മൂലക്കുരുള്ള ആളുകൾക്കുണ്ടല്ലോ, മൂലക്കുരു മാറാനുള്ളതിൻ്റെ ഒരു 4 റെമഡി പറഞ്ഞു തരട്ടെ. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ. ഒറ്റ പൈസ മുടക്കില്ലാണ്ട് മൂലക്കുരു ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം മൂലക്കുരുള്ള ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കേണ്ടത് താറാവ് മുട്ടയാണ് കേട്ടോ. ഈ ഒരു താറാവ് മുട്ട നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഏകദേശം ഒരു 4-5 വിസിലടുപ്പിച്ചിട്ടൊന്ന് കുക്കറിൽ നമ്മൾ മുട്ട വേവുണ്ടല്ലോ, ആ ഒരു രീതിയിൽ നിങ്ങളൊരു 3-4 വിസിലടുപ്പിച്ചിട്ട് ഈ ഒരു താറാവ് മുട്ട വേവിച്ചെടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ട് വേണ്ട വേവിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം കുക്കർ തുറന്നിട്ട് നമുക്ക് ഈ ഒരു മുട്ട എടുത്തിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? തൊലി കളഞ്ഞ ആ മുട്ട നമ്മൾ വേറൊരു കുഞ്ഞ് ഗ്ലാസ്സിലേക്ക് കുറച്ചും കൂടെ വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 2 മണിക്കൂർ നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുക. നിങ്ങൾ ഒന്നല്ലെങ്കിൽ പൊടിയുപ്പിടുക, അല്ലെങ്കിൽ കല്ലുപ്പിടുക. കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പിട്ടോ കേട്ടോ. അപ്പോൾ ഒരു 2 മണിക്കൂർ നേരം ഈ ഒരു താറാവ് മുട്ട നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് 2 മണിക്കൂറിന് ശേഷം നിങ്ങൾ ഈ താറാവ് മുട്ട ഒരു 4-5 ദിവസം വെറും വയറ്റിൽ കേട്ടോ, രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ മൂലക്കുരുള്ള ആളുകളുടെ മൂലക്കുരു ചുരുങ്ങി പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നല്ലെങ്കിൽ രാവിലെ ഏതെങ്കിലും ഒരു നേരം കഴിക്കുക, അതല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത്തെ ടിപ്പ് പറഞ്ഞു തരട്ടെ. താറാവ് മുട്ട വെച്ചിട്ട് തന്നെ ചെയ്യാനുള്ളതാണ് ഇതും. ഇത് ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചേക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. കാരണം ഇത് കഴിക്കാത്ത ആളുകളുണ്ടല്ലോ, നമ്മളിത് ആദ്യമായിട്ട് അറിയുന്ന ആളുകൾ, വീഡിയോ കേട്ടിട്ട് ആദ്യമായിട്ട് അറിയുന്ന ആളുകൾ, അവർക്കൊന്നും ഉപകാരം കേട്ടോ നിങ്ങളുടെ കമൻറ്റ്. അപ്പോൾ ഇത് നമ്മുടെ മുക്കുറ്റിയാണ്. വഴിയരികത്തും നമ്മുടെ ഈ ഒരു മതിലിൻ്റെ ഇട്ടുമൊക്കെ നിൽക്കുന്നുണ്ട് ഇത്. അപ്പം നിങ്ങളുണ്ടല്ലോ, ഇത് 2 ചോട് ഇങ്ങനെ വേറെ പടി ഇങ്ങനെ പൊക്കി പറിച്ചെടുക്കുക. പിന്നെ നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ നല്ല വൃത്തിയുള്ളിടത്ത് നിന്ന് കേട്ടോ പറിക്കുക, നമ്മൾ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ഒന്ന് ചോടെ പൊടി 2 ചോടാണ് കേട്ടോ പറിച്ചെടുക്കേണ്ടത്. പൂവും ഒക്കെ കൂടി അങ്ങ് പറിച്ചെടുത്തോ, ചോടെ പൊടി പറിച്ചെടുക്കുക. ശേഷം വേരൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞ് ചെളിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. എന്നുവെച്ചാൽ വേരിന് നല്ല കട്ടിയാണ്. അപ്പം ചതച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് കറക്കിയെടുക്കാനായിട്ട്. കറക്കിയെടുക്കുമ്പം നല്ല ഒരു പച്ച കളറിലുള്ള വെള്ളം കിട്ടും. ഈ പച്ച കളറിലെ വെള്ളം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? താറാവ് മുട്ട നമ്മൾ സാധാ മുട്ട പൊരിക്കത്തില്ലേ, സാധാ മുട്ട ഇങ്ങനെ ചിക്കി എടുക്കുന്ന പോലെ തന്നെ, അങ്ങനെ മുട്ട പൊരിക്കാൻ നേരത്ത് നിങ്ങളൊരു താറാവ് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കുക. ആ പൊട്ടിച്ച് ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് ഈ ഗ്ലാസ്സിൽ കാണുന്ന പച്ച വെള്ളം ഉണ്ടല്ലോ, ഇതിൻ്റെ വെള്ളം, അതും ആ മുട്ടയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ചുവന്നുള്ളിയും അരിഞ്ഞിടാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണയിൽ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടിട്ട് സാധാ നമ്മൾ എങ്ങനെയാണ് മുട്ട ചിക്കി കഴിക്കുന്നത്, അതിൽ നിങ്ങൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാം. ആ ഒരു രീതിയിൽ ഈ ഒരു പച്ച കളറിലുള്ളതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾ മുട്ട ചിക്കി രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിക്കുവാണെങ്കിൽ ഒരു 4-5 ദിവസം കൊണ്ടൊക്കെ നല്ല മൂലക്കുരുവൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അസ്വസ്ഥത മാറാനൊക്കെയായിട്ടും മൂലക്കുരു ചുരുങ്ങി പോകാനൊക്കെയായിട്ടും വളരെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളല്ലേ, നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉള്ളതെന്നല്ലേ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഇനി മൂന്നാമത്തെ ടിപ്സ് പറഞ്ഞു തരട്ടെ. അത് നമ്മുടെ വീട്ടിലുള്ള ചുവന്നുള്ളി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ചുവന്നുള്ളിയുടെ ഒരു 3-4 ചുവന്നുള്ളി എടുക്കുക കേട്ടോ. അത് നമ്മൾ രാത്രിയാണ് കഴിക്കേണ്ടത്. കിടക്കുന്നതിന് മുൻപ് ഈ ഒരു 2-3 ചുവന്നുള്ളി എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തേങ്ങ ഉണ്ടാവുമല്ലോ, തേങ്ങ ചിരവിയിട്ട് തേങ്ങയുടെ പാലെടുക്കുക. ആ തേങ്ങാപ്പാലിലേക്ക് 1-2 ചുവന്നുള്ളി എടുത്തിട്ട് ജ്യൂസ് അടിക്കുക. തേങ്ങാപ്പാലും ചുവന്നുള്ളിയും കൂടി ജ്യൂസ് അടിച്ചിട്ട് രാത്രി കിടക്കുന്നതിന് മുൻപ് അത് കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ഒരു 3 ദിവസം കൊണ്ടൊക്കെ മൂലക്കുരു ചുരുങ്ങി പോകും കേട്ടോ. ഈ ഭയങ്കരമായിട്ട് മൂലക്കുരുവിൻ്റെതായ രീതിയിലുള്ള അസ്വസ്ഥതയൊക്കെ ഉള്ള ആളുകൾക്ക് അതങ്ങനെ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ മൂലക്കുരു ചുരുങ്ങുകയും ചെയ്യും. അതിൻ്റെതായ ഒരു രീതിയിലുള്ള അസ്വസ്ഥതകളും ആ ഒരു കടിയും ഉള്ളതൊക്കെ ഉണ്ടല്ലോ, ഫംഗൽ ഇൻഫെക്ഷൻ പോലെയൊക്കെ. അപ്പോൾ അതൊക്കെ മാറി കിട്ടാനൊക്കെ ആയിട്ടും അത് നല്ല കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നാണ്, ഗൾഫ് രാജ്യങ്ങളിലുള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഫലം കണ്ടേക്കുന്നതുമാണ്. ഇത് അത്തിപ്പഴമാണ് കേട്ടോ. ഇതിൻ്റെ പഴമൊക്കെ നമുക്കിവിടെ കിട്ടാൻ കാണത്തില്ല, കാരണം പഴം ഉണ്ടെങ്കിൽ തന്നെ അതിന് നല്ല വിലയാണ്. പക്ഷേ ഈ കാണുന്ന ഇതിൻ്റെ ഉണങ്ങിയത് കണ്ടോ, ഇത് അത്തിപ്പഴം ഇങ്ങനെ മുറിച്ചിട്ട് ഉണക്കി വെച്ചേക്കുന്നതാണ്. നമ്മുടെ എല്ലാ ഷോപ്പുകളിലും, ബേക്കറി ഷോപ്പുകളിലൊക്കെ അത്തിപ്പഴം ഉണക്കിയത് കിട്ടും. അപ്പം അത് നിങ്ങൾ വാങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ, ഇതുപോലെ രാത്രി നിങ്ങൾക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ രാത്രി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ നമ്മൾ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തിയതിന് ശേഷം 2 വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. ഇതിൻ്റെ റൗണ്ട് 2 വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാത്രി കിടക്കുന്നതിന് മുൻപ് ഇത് കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിലുണ്ടല്ലോ, മൂലക്കുരു ഉള്ളവരുടെ മൂലക്കുരു ചുരുങ്ങാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. മൂലക്കുരുൻ്റെതായ അസ്വസ്ഥതകൾ മാറിക്കിട്ടാനൊക്കെ ആയിട്ടും അത് നല്ല കേട്ടോ. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് ഇത് 4. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവരറിയില്ലേക്കായിട്ട് ഒരുപാട് പേര് ഈ ഒരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തെത്തിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിന് മുൻപ് മൂലക്കുരുയുടെ എണ്ണ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് തേച്ചിട്ട് ഒരുപാട് പേര് റിസൾട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. ചുരുങ്ങിപ്പോയി, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഒരു എണ്ണ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 3 ദിവസം കൊണ്ടൊക്കെ മൂലക്കുരു ചുരുങ്ങി പോകുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പം നല്ലൊരു വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിലുണ്ടല്ലോ, എല്ലാ മരങ്ങളിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സിലൊക്കെ വന്ന വീഡിയോസ് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. അപ്പം നല്ലൊരു കാണാം.